കൈക്കൂലിക്കാരായ സർക്കാർ ജീവനക്കാർ ഈ നാടിന് തന്നെ ശാപമാണ്. കോട്ടയത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ സർക്കാർ ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ പിടിയിലായി. കോട്ടയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കൊല്ലം സ്വദേശി സുരേഷാണ് പിടിയിലായത്. കോട്ടയത്ത് ഒരു സ്കൂളിലെ പരിശോധനയ്ക്ക് വേണ്ടി 10,000 രൂപ ഇയാൾ കൈക്കൂലി ചോദിച്ചിരുന്നു. ഇതിൽ 7,000 രൂപ കൈക്കൂലി കൈമാറിയപ്പോഴാണ് വിജിലൻസ് പിടികൂടിയത്. കോട്ടയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് പിടിയിലായത്. കൊല്ലം സ്വദേശി സുമേഷ് NL ആണ് പിടിയിലായിരിക്കുന്നത്. ഇദ്ദേഹം ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റാണ്. സംഭവത്തെക്കുറിച്ച് വിജിലൻസ് പറയുന്നത് ഇതാണ്. 2 ദിവസം മുൻപ് കോട്ടയത്തെ ഒരു സ്കൂളിലെത്തി ഇദ്ദേഹം ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു. പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു. ഇൻസ്പെക്ഷന് ശേഷം ഇതിന്റെ പേപ്പറുകൾ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടി ഈ സ്കൂൾ അധികൃതരോട്, സ്കൂൾ മാനേജരോട് കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. 10,000 രൂപ കൈക്കൂലി നൽകണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം. അതേസമയം തന്നെ ഇന്നലെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നൽകാനായിരുന്നു നിർദ്ദേശം. പക്ഷേ ഇന്നലെ വീണ്ടും മാനേജർ വിളിച്ച് 10,000 രൂപ നൽകാനില്ല, കുറച്ചുകൂടി കുറച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. 7,000 രൂപ എന്ന നിലയിലേക്ക് എത്തുന്നു. അങ്ങനെ 7,000 രൂപ ഇന്ന് പാലാ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് നൽകാം. അദ്ദേഹം ഇന്ന് മറ്റൊരു ഇൻസ്പെക്ഷന് വേണ്ടി അവിടെ പോയതായിരുന്നു. അപ്പോൾ പാലാ പോലീസ് സ്റ്റേഷനെ സമീപിച്ച് നൽകാം എന്ന് ഈ മാനേജർ ഉറപ്പ് നൽകുകയായിരുന്നു. അങ്ങനെ ആണ് വിജിലൻസിനെ വിവരം അറിയിക്കുകയും വിജിലൻസ് നൽകിയ പണം ഇയാൾക്ക് കൈമാറുകയും ചെയ്തു. ഈ സമയത്ത് ഇവിടെ കാത്തുനിന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടുകയായിരുന്നു. എന്തായാലും ഇയാളിൽ നിന്ന് ഈ വിജിലൻസ് കൊടുത്ത പണം തന്നെയാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം വിജിലൻസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ ഈ ഇൻസ്പെക്ടറേറ്റ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പലതരത്തിലുള്ള അഴിമതി ജില്ലാ ഇൻസ്പെക്ടർ തന്നെ പിടിയിലാകുന്ന സംഭവം ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ വളരെ ശക്തമായ ഒരു വ്യാപകമായ ഒരു അഴിമതി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം.